ഇത് ആദ്യമായിട്ടാണ് നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള ലാസ്റ്റ് ഇത് വില പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമസ്കാരം, ഞാൻ നേരത്തെ തിരുവനന്തപുരം കൊടപ്പനക്കുന്ന് കളക്ട്രേറ്റിന് സമീപമുണ്ട്. കളക്ട്രേറ്റിൽ നിന്ന് ഏകദേശം 600 മീറ്റർ മാറി 9 സെൻറ്റിലായിട്ട് 2200 സ്ക്വയർ ഫീറ്റുള്ള നല്ല അടിപൊളി ഒരു കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയുള്ള ഒരു സൂപ്പർ പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ. ഈ പ്രോപ്പർട്ടി ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. അതായത് 2 വണ്ടി അനായാസനം കടന്നു പോകാൻ പറ്റുന്ന നല്ല ടാർ റോഡായിട്ടുള്ള ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഈ പ്രോപ്പർട്ടി. അല്പം കൃഷി സ്ഥലവും അതുപോലെ തന്നെ നല്ലൊരു കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയുള്ള വീട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒന്നാന്തര പ്രോപ്പർട്ടിയാണെന്ന കാര്യത്തിൽ യാതൊരു തടസ്സവുമില്ലാത്ത ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇനി ഈ പ്രോപ്പർട്ടി എടുത്തിട്ട് റിനോവേഷൻ വർക്ക് ചെയ്യണം എന്നുള്ള യാതൊരുവിധ കോസ്റ്റും വേണ്ട. നല്ല ഒന്നാന്തരമായി നല്ല ക്വാളിറ്റി റിനോവേഷൻ വർക്ക് ഓണർ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടേക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. പിന്നെ ഇതിനകത്തൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇതിൽ നമുക്ക് ഏകദേശം ഇതിൻ്റെ ബാത്റൂം ഫിറ്റിങ്സുകളൊക്കെ നമുക്ക് അകത്തേക്ക് വീഡിയോ കുറച്ചുകൂടി പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബാത്റൂം ഫിറ്റിങ്സൊക്കെ എല്ലാം ഫിറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഇഷ്ടാനുസരണം തന്നെ ആ ബ്രാൻഡ് സാധനം ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഇത്തരം പ്രോപ്പർട്ടികൾ വളരെ റെയർ ആയിട്ടാണ് നമ്മളിലേക്ക് എത്തുന്നത് കേട്ടോ. നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തതിന് വീഡിയോ ശ്രമിക്കുക. എങ്കിലേ വരും ദിവസങ്ങളിൽ വീണ്ടും നല്ല വാല്യുബിൾ പ്രോപ്പർട്ടിയായിട്ട് ഞങ്ങൾ എത്തുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് തീർച്ചയായും എത്തുന്നതായിരിക്കും. അകത്തേക്ക് കയറുമ്പോൾ കാർ പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ തടസ്സങ്ങളുമില്ല. അത് അവിടേക്ക് ഒരു SUV ടൈപ്പും ഒരു ചെറിയ വാഹനവും ഈസി ആയിട്ട് കാർ പാർക്കിംഗ് ചെയ്യാൻ പറ്റും. നല്ല വൈഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. കാർ പാർക്കിങ്ങിലേക്ക് അകത്തേക്ക് കയറാനായിട്ട് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രൈവസി ആയിട്ടല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് കയറാനായിട്ടായാലും ഒരു ചെറിയ ഗേറ്റും ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ സൈഡിലേക്ക് അത്യാവശ്യം ഗാർഡനിങ് ഏരിയ ഈ ഫ്രണ്ടിൽ കാണുന്നേക്കാൾ കൂടുതൽ മനോഹരമാണ് ബാക്ക് സൈഡിലേക്ക് പോകുമ്പോഴേട്ടോ. ബാക്കിലൊക്കെ അതിമനോഹരമായ രീതിയിലേക്ക് നല്ല ഗാർഡനിങ്, അതുപോലെ മാവ്, പ്ലാവ്, സപ്പോട്ട, അത്തരത്തിലുള്ള ഒരുപാട് ഫലവൃക്ഷ തൈകളോടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഈ നെല്ലിമരങ്ങളിലെ നല്ല മനോഹരമായി നിൽക്കുന്ന ഒരു നെല്ലിമരം, അതുപോലെ തന്നെ റംബുട്ടാൻ, അത്യാവശ്യം നല്ല പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മുറ്റം കൂടിയാണ് ഈ പ്രോപ്പർട്ടി കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് കയറുന്നതാണ് നല്ല പ്രീമിയം ക്വാളിറ്റി തോന്നുന്ന നല്ല വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയ കൊടുത്തിട്ടുള്ളത്. ബിൽഡ് ക്വാളിറ്റി കാര്യത്തിൽ 100% പറയുന്നു. പഴയ ചുടുകല്ലും മണലും തീർത്തിട്ടുള്ള നല്ല ഒന്നാന്തരം പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. ഏകദേശം ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് 16 വർഷമാണ് ഇതിൻ്റെ പഴക്കം. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബ്രാൻഡ് ന്യൂ വീട് പോലെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരിതാണ്. ഇവർക്ക് ട്രാൻസ്ഫർ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. അകത്തേക്ക് കയറുമ്പോൾ നല്ല മനോഹരമായ രീതിയിലേക്കുള്ള വാതിലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടും നന്നായിരിക്കുന്നു. താഴത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, ടോട്ടൽ 5 ബെഡ്റൂമുകളാണ് ഇതിൽ ബെഡ്റൂമായിട്ട് വരുന്നത്. അതിൽ ഒരു ബെഡ്റൂം സ്റ്റഡി റൂമുമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അകത്തേക്ക് കയറുമ്പോൾ ലിവിംഗ് സ്പേസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഡിസൈനൊക്കെ ആയാലും ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇതിൻ്റെ ഫുൾ ഡിസൈൻ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഒരു L മോഡൽ ഹോളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ലിവിംഗ് സ്പേസ് ആണെങ്കിൽ ഈ സൈഡിലേക്ക് നമുക്ക് ഡൈനിങ് സ്പേസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇന്നത്തെ മോഡേൺ വീടുകൾ പോലും വെല്ലുന്ന രീതിയിലേക്കാണ് ഡിസൈൻ പാറ്റേൺ വന്നത്. അതുകൊണ്ട് തന്നെ പഴയതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് വീണ്ടും എടുത്തു പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അകത്തേക്ക് കയറി വന്നാൽ നല്ല വൈഡ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ തന്നെ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസുകൾ അല്ലെങ്കിൽ ഒരു സോക്കേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ധാരാളം ഡ്രോയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വീട് എടുക്കുന്നവർക്ക് വേറെ കോസ്റ്റുകളൊന്നും വരുന്നില്ല. താഴത്തെ ഫ്ലോർ 2 ബെഡ്റൂമാണ് ഞാൻ പറഞ്ഞു. ഈ വരുന്ന L മോഡലായിട്ട് വരുന്നതിൽ നിന്നും ഈ ഡൈനിങ് ടേബിളിൽ നിന്നും ഇതൊരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൻ്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ നല്ല വെട്ടവും വെളിച്ചവും തരാനായിട്ട് മോൾ ഭാഗത്ത് നമുക്ക് നല്ല ഫർഗോളയെ കൊടുത്തുകൊണ്ട് നല്ല ഒരു പോസിറ്റീവ് എനർജി എന്നത് ഫീൽ ചെയ്യുന്ന തരത്തിലേക്കും നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്ത അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ 100% പറയുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ള ഇവിടുത്തെ വർക്ക് നമ്മൾ ഏത് കസ്റ്റമൈസിലാണ് കേട്ടോ, ഏത് രീതിയിൽ വേണമെങ്കിലും അവർ ചെയ്ത് കൊടുക്കും. അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ കൂടിയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ ഈ കിച്ചൻ്റെ പോർഷനിൽ നിന്ന് നമ്മൾ പുറകിലേക്ക് ഇറങ്ങുമ്പം ഒരു വർക്ക് ഏരിയ എന്നുള്ള കൺസെപ്റ്റാണ് അവർ കൊടുത്തേക്കുന്നെങ്കിലും ഇന്നത്തെ കാലത്ത് കാണുന്ന വീടുകൾ കാണുന്ന കിച്ചണിനെക്കാളും വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ ആണ് കേട്ടോ. ശരിക്കും ഇത് തന്നെ മതി നമുക്കൊരു കിച്ചണായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്. അത്രയ്ക്കും വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ കൂടിയാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിൽ എടുത്താൽ നല്ല ഒന്നാന്തര സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ മോഡേൺ കിച്ചണായിട്ട് തന്നെ നമുക്ക്
ചെയ്തെടുത്തിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ കൂടിയാണ് ഈ കിച്ചൺ. അപ്പോൾ ഈ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വേറെ ലോകത്തേക്ക് ഇറങ്ങുന്ന ഒരു ഫീലാണ് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ലാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതാ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വിഷ്വലൈസേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വീട്ടിലേക്ക് കിണറും ഉണ്ട്, അതിൽ കോർപ്പറേഷൻ വാട്ടറും ഉണ്ട്. അത് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ബാക്കിൽ ധാരാളമായിട്ടുള്ള കൃഷി സ്ഥലവും അതുപോലെ തന്നെ തെങ്ങ്, മാവ്, പ്ലാവ്, സപ്പോർട്ട അത്തരത്തിലുള്ള എല്ലാം ഉണ്ട്. ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ, ചായയെ കുടിച്ചിരിക്കാൻ പറ്റും, നമുക്ക് പാർക്കിലൊക്കെ ഇരിക്കുന്ന രീതിയിലേക്ക് ഇരിക്കാൻ പറ്റിയ ഒരു വീട് കൂടിയാണ് ഈ വീട്. താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി ഇട്ടാണ് ആ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഡ്രസ്സിംഗ് റൂമും അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏകദേശം നല്ലൊരു വൈഡ് ആയിട്ടുള്ള ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഏകദേശം ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറുന്നു. ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് നമുക്ക് ബാത്റൂമിലേക്ക് കയറും. ബാത്റൂമിൽ ഇതിന്റെ ഫിറ്റിംഗ്സുകൾ ഒന്നും ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ആർക്കാണോ പ്രോപ്പർട്ടി മേടിക്കുന്നത് അവരുടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. കാരണം രജിസ്ട്രേഷൻ മുമ്പ് തന്നെ അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് ഫിറ്റിംഗ്സ് ഉൾപ്പെടെ ചെയ്ത് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സെയിലിട്ടേക്കുന്നത്. അപ്പോൾ താഴത്തെ ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പ്രീമിയം ടൈപ്പ്, അത് ഇന്റീരിയർ ഡിസൈൻ ഒന്നും അധികം ചെയ്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഇന്ത്യൻ ഡിസൈൻ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. ഈ താഴെ കാണുന്ന ടൈലുകളെല്ലാം തന്നെ ഈ വീട്ടിലെ എല്ലാ ടൈലുകളും പുതിയതാണ് മാറ്റിയിട്ടുള്ളത്. ബാത്റൂം ഫിറ്റിംഗ്സും അതുപോലെ തന്നെ ബാത്റൂം ടൈൽസ് എല്ലാം കംപ്ലീറ്റ് റിനോവേഷൻ ചെയ്തു. അവർ താമസിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു, അവർക്ക് പെട്ടെന്ന് ഒരു ജോലി സംബന്ധമായി പോകുന്നത് കൊണ്ടാണ് ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൽ ബാത്റൂമിൽ കയറുമ്പോഴും അതും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള വൈഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാ ഫിറ്റിംഗ്സുകൾ തന്നെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ലൈറ്റ്സിന്റെ ഒക്കെ വർക്കാണ് നമുക്കിനി എന്താ പറയുക പെൻഡിങ് ഉള്ളത്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തന്നെ ഫിനിഷ് ചെയ്ത് തന്നെ നമുക്ക് തരുന്നതാണ്. മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകുന്നത് ഈ സ്റ്റെയർ കേസ് വഴി നമുക്ക് മുകളിലേക്ക് പോകാനുള്ളത്. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഏകദേശം ഒരു റീഡിംഗ് റൂമോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ബെഡ്റൂമോ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, അതാണ് ഞാൻ 3 ബെഡ്റൂം എന്ന് പറഞ്ഞത്. ഇതാണ് ആ മൂന്നാമൻ എന്നുള്ള രീതിയിലേക്ക് ഉള്ള ബെഡ്റൂം. ഇതിനെ നമുക്കൊരു എന്താ പറയുക ഒരു പ്രയർ റൂമായിട്ടോ സ്റ്റഡി റൂമായിട്ടോ അല്ലെങ്കിൽ കുഞ്ഞൊരു ബെഡ്റൂം ആയിട്ടോ ഒക്കെ ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വന്നിട്ടുള്ളത്. ഈ സ്റ്റെയർ കേസിന്റെ അടിയിലേക്ക് ഇൻവെർട്ടർ വയ്ക്കാനുള്ള അതിനുള്ള സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ നന്നായിട്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകുമ്പോൾ നല്ല ഉന്നതരം ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റിന്റെ ഒരു പാറ്റേണോടുള്ള ടൈൽ പാറ്റേൺ ആണ് കംപ്ലീറ്റ് ആയിട്ട്. ഇതെല്ലാം ബ്രാൻഡ് ന്യൂ ആയിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ മനോഹരം, ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് കയറുമ്പോൾ നല്ല വലിപ്പമുള്ള ഒരു ജനാല കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം കാറ്റും വെളിച്ചവും അനായാസേനം അകത്തേക്ക് കയറാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഹാൻഡിൽ കംപ്ലീറ്റ് മെറ്റലും വുഡുമാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ വളരെ ഈ ട്രഡീഷണൽ ടൈപ്പ് വീടുകളിലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. മുകളിലേക്ക് കയറി വരുമ്പോൾ നല്ല വലിപ്പമുള്ള ഒരു ഹോൾ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റെപ്പിലേക്ക് നല്ല വലിപ്പമുള്ള ഒരു ലിവിംഗ് സ്പേസ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഈ സൈഡിലേക്ക് നമുക്ക് ജിമ്മായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ട്രെഡ്മിൽ ഇടാനോ അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്കൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ആർക്കിടെക്ട് മോഡലിന്റെ ഒരു മിനിയേച്ചർ ആയിട്ടാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ വന്നിരിക്കുന്നത്. അപ്പം മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് ഞാൻ പറഞ്ഞു. മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോഴും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസുകളൊക്കെ തന്നെ നല്ല പ്രീമിയം രീതിയിലേക്കുള്ള സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നു. അതൊക്കെ വളരെ മനോഹരമായ രീതിയിലേക്കാണ് കൺസ്ട്രക്ഷൻ പാറ്റേൺ വന്നിരിക്കുന്നത്. ഇവിടത്തെയും ടൈലെല്ലാം പുതിയ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഡിസൈൻ ഒന്നും അധികം കൊടുത്തിട്ടില്ല. ഇവിടെയും ഒരു ഡ്രസ്സിംഗ് റൂമും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ഈ പോർഷൻ നമുക്ക് ഡ്രസ്സിംഗ് റൂമൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ നല്ല ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള വീടായിട്ടും മാറ്റിയിട്ടുണ്ട്. ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഫിറ്റിംഗ്സുകളൊന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ പറഞ്ഞതുപോലെ കസ്റ്റമൈസ്. നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് കുറച്ച് അതും കൂടി മേടിക്കുന്നത്. ഇന്ന് പല വീടുകളിലും നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പം ഈ ബിൽഡേഴ്സോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓണേഴ്സോ ഇടുന്ന ഫാന്, ലൈറ്റ്, അതുപോലെ തന്നെ ഫിറ്റിംഗ്സോ ഒക്കെ ഈ മേടിക്കുന്നവർക്ക് അവരുടെ മൈൻഡ് സെറ്റ് ഇന്നറിയാലോ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം മോഡലുകളുടെ ഒരു പ്രളയം വന്നിട്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള പുതിയ പുതിയ സാധനങ്ങളായിട്ടാണ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടാണ് ഈ ഓർഡർ അങ്ങനെ ഡിസിഷൻ എടുത്തത്. എന്തുകൊണ്ടും വളരെ ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുകളിലത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം, ഹെവി ആയിട്ടുള്ള ബെഡ്റൂം അല്ലെങ്കിലും നല്ല സ്ഥല സൗകര്യത്തോടുള്ള ഒരു ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ വർക്കുകളൊന്നും മാക്സിമം ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് ഇന്ത്യൻ ഡിസൈനൊക്കെ വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സുകളും കഴിഞ്ഞ ബെഡ്റൂമിൽ പോലെ ബാത്റൂമിൽ പോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനുള്ള ഒരു ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബാൽക്കണി ഏരിയ ആയിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാൽക്കണി ഏരിയ. അതിനൊക്കെ നമ്മൾ സ്ക്വയർ പൈപ്പൊക്കെ കൊടുത്ത് നല്ല വ്യത്യസ്തമായ ഒരു ഡിസൈൻ പാറ്റേൺ കൊടുക്കാനായിട്ട് എന്തുകൊണ്ടും ശ്രദ്ധിച്ചിട്ടുണ്ട്. ബാൽക്കണി ഏരിയയിൽ നിന്ന് നമുക്ക് കുറച്ച് പോർഷൻ ടെറസിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇവിടെ ഇറങ്ങി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ടെറസ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് നമുക്കിനി ബെഡ്റൂമൊക്കെ ഇറക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഇവിടേക്ക് ഇരിക്കാനുള്ള വളരെ സൗകര്യപ്രദമായ രീതിയിലൊക്കെ ഉള്ള ഒരുപാട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്.
ഇവിടെയും നമുക്ക് ബെഡ്റൂമോ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് കയറി പോകാനായിട്ടുള്ള സ്റ്റെയർ കേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് ധാരാളം സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഈ ഗാർഡനിങ് ഒക്കെ ചെയ്തൊക്കെ അല്ലെങ്കിൽ ഈ ഒരു റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരുപാട് ഗാർഡനിങ് ചെയ്ത് വീട്ടിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. മുകളിലേക്ക് കയറുമ്പം ടെറസ് ഏരിയയിലേക്ക് പോകുമ്പം ഇവിടുത്തെ ഒരു വിഷ്വലൈസേഷൻ ഞാൻ കയറി കാണിച്ചു തരാം. നല്ല ഒന്നാം തരം റെസിഡൻഷ്യൽ ഏരിയ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നല്ല ഹൈ ആയിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയ കൂടിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ അത്യാവശ്യം ഗാർഡനിങ് ഏരിയയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അതായത് ഈ സൈഡിലേക്ക് വരുമ്പോൾ കണ്ടില്ലേ, നല്ലൊരു മാവ്, അതുപോലെ തന്നെ മറ്റേ ഈ ആത്തി, അതുപോലെ തന്നെ സപ്പോട്ട, അങ്ങനെ ബാക്കിൽ ഒരു ഇത്, അങ്ങനെ ഒരുപാട് സ്ഥലം അല്ലെങ്കിൽ കുറേ ഗാർഡനിങ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു വ്യത്യസ്തമായ ഒരു വീടിൻ്റെ ബാക്ക് സൈഡ് മാക്സിമം ഇട്ട് പല വീടുകളിലും നമ്മൾ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിലൊന്നും ഒരു വൃത്തിയും കാണത്തില്ല. അപ്പോൾ ഞാൻ അവരോട് പറയും, ഒന്ന് ക്ലീൻ ചെയ്തിട്ടെങ്കിലും വരും. ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും വീഡിയോ എടുക്കാതെ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അപ്പോഴും തോന്നുന്ന ഒരു ദേഷ്യം മാത്രമേ ഉള്ളൂ. പിന്നെ അവർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാവുന്നവരാണെങ്കിൽ മനസ്സിലാകട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ പോകുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല, നല്ലൊരു പോസിറ്റീവ്. അതുകൊണ്ടാണ് ഞാൻ ബാക്ക് സൈഡിൽ നന്നായിട്ട് എടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് പൈപ്പ് ലൈനും ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിണറുമുണ്ട്. കിണറ്റിൽ ധാരാളം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് ഈ സൈഡിലേക്ക് വരുമ്പം ബാക്കിലത്തെ യൂട്ടിലിറ്റി സ്പേസ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി, ഒരു ചെറിയ റൂം, നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോറേജ് റൂമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ഗാർഡനിങ് ഏരിയ അല്ലെങ്കിൽ നല്ലൊരു കൃഷി സ്ഥലമായിട്ട് വീണ്ടും നമുക്കൊരു ഓപ്ഷൻ കൂടിയിട്ടുള്ളൊരു പ്രോപ്പർട്ടി. ഇതാ കണ്ടില്ലേ, ബാക്ക് സൈഡിലായാലും നല്ലൊരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയാണ്, നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് ഈ പ്രോപ്പർട്ടി. അപ്പം ഞാൻ സാധാരണ രീതിയിൽ ലാസ്റ്റുള്ള ഷോട്ട് എടുക്കുന്നത് എപ്പോഴും വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോ അകത്ത് നിന്നാണ്. ഇത് ആദ്യമായിട്ടാണ് നമ്മളൊരു വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള ലാസ്റ്റ് ഇത് വില പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു 9 സെൻറ്റാണ്, ഏകദേശം 2200 സ്ക്വയർ ഫീറ്റാണ്. 16 വർഷമാണ് ഇതിൻ്റെ പഴക്കമുള്ളത്. പക്ഷേ ബ്രാൻഡ് ന്യൂ വീട് പോലും മാറി നിൽക്കുന്ന രീതിയിലേക്ക് ഫുള്ള് ഓണർ ഡയറക്റ്റായിട്ട് റിനോവേറ്റ് ചെയ്തിട്ടുള്ള വീടാണ്. അവർക്ക് ജോലി സംബന്ധമായി പുറത്ത് പോകുന്നത് കൊണ്ടാണ് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറയുന്നത് 1,45,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് വീഡിയോ കാണുന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുക.